നമ്മുടെ കേരളം ആരോഗ്യ രംഗത്ത് വളരെ വലിയ കുതിച്ചുചാട്ടം നടത്തുകയും ആ കുതിപ്പിൽ നമ്മൾ മലയാളികൾ അഭിമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതേ മലയാളികൾ, നമ്മൾ നാട്ടുകാർ, സാധാരണക്കാരായ നാട്ടുകാർ മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന അനുഭവം അത്ര നല്ലതല്ല. ഇപ്പോഴിതാ മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ ഒക്കെ തന്നെ പച്ചയ്ക്ക് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച ആ ഡോക്ടർ ആരാണ് എന്ന ചോദ്യം ഉയരുകയാണ്. മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവി കൂടിയായ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം ഒരു പച്ചയായ സത്യസന്ധനായ ഒരു ഡോക്ടർ ആയിരുന്നു എന്നുള്ളതാണ്. വീട്ടിൽ നിന്നും മോട്ടോർ ബൈക്കിൽ ആശുപത്രിയിലേക്ക് പോകുന്ന മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവി, അതാണ് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ. CPM കുടുംബമാണ് അദ്ദേഹത്തിന്റേത്. ഇടതുപക്ഷ ആശയമാണ് ഡോക്ടർ മുമ്പോട്ട് എപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പഠിച്ചതെല്ലാം സർക്കാർ കോളേജിൽ. അതുകൊണ്ടാണ് മിടുമിടുക്കനായിട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിട്ട് വേറെ ഒരിടത്തും പോകാതിരുന്നത്. തിരുവനന്തപുരത്തെ പ്രമുഖ CPM നേതാവ് കരമന ഹരിയുടെ അടുത്ത ബന്ധുവാണ്. ഭാര്യയുടെ സഹോദരനാണ് അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടുമായി ഏറെ അടുപ്പമുള്ള നേതാവ് കൂടിയാണ് കരമന ഹരി. പക്ഷേ ആ ബന്ധങ്ങളൊന്നും തന്റെ നേട്ടത്തിന് ഉപയോഗിക്കാത്ത വ്യക്തിയാണ് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ. അതുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിനെ സത്യസന്ധൻ എന്ന മന്ത്രി വീണ ജോർജിനും പറയേണ്ടി വന്നത്. ഡോക്ടർമാരുടെ സംഘടനയും ഈ ഡോക്ടറെ പിന്തുണയ്ക്കുന്നുമുണ്ട്. ഇതാണ് ഈ ഡോക്ടറുടെ പ്രസക്തിക്കുള്ള തെളിവും. മാത്രമല്ല, അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ 1 രൂപ പോലും കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല. ഒരു സ്കാനിംഗ് സെന്ററിൽ നിന്നോ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ ഞാൻ 1 രൂപ പോലും കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല. എന്തെങ്കിലും സമ്മർദ്ദത്തിന്റെ പേരിൽ ഒരു പക്ഷേ കൂടെയുള്ള സഹപ്രവർത്തകരെ ഞാൻ വഴക്കു പറയാറുണ്ട്, അവരോട് ഞാൻ ദേഷ്യപ്പെടാറുണ്ട്. അതെന്റെ സാഹചര്യം കൊണ്ട് മാത്രമാണ്. അതിനാൽ മാത്രമാണ് ഞാൻ അവരോട് മാപ്പ് ചോദിക്കുന്നത്. അതല്ലാതെ ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെ ചൂണ്ടിപ്പറയാൻ ഞാൻ എന്നും ആഗ്രഹിക്കാൻ കാരണം, ഞാൻ ശക്തമായി നിൽക്കാൻ കാരണം, ഞാൻ ഒരു തരത്തിലുള്ള ഇടപാടിനും ആരുമായി നിന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അത് വാസ്തവം തന്നെയാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയാവുന്ന, അടുത്തറിയാവുന്ന എല്ലാ രോഗികൾക്കും, എല്ലാ സഹപ്രവർത്തകർക്കും അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ ആ ഒരൊറ്റ കാര്യം മാത്രമാണുള്ളത്. സത്യസന്ധത എന്ന വാക്കിന് ഉദാഹരണവും അർത്ഥവും അദ്ദേഹം തന്നെയാണ് എന്നുള്ളതാണ്. ആശുപത്രിയിൽ എത്തുന്ന ഓരോ രോഗിയിലും തന്റെ ശ്രദ്ധ പതിയണമെന്ന നിർബന്ധമാണ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിനെ വ്യത്യസ്തനാക്കുന്നത്. യൂറോളജി രോഗ ചികിത്സയ്ക്കാണ് ആദ്യം ഹാരിസ് ഈ ആശുപത്രിയിൽ എത്തിയത്. അതേ ആശുപത്രിയിൽ അതേ വിഭാഗത്തിലെ മേധാവിയായപ്പോൾ ഈ ഡോക്ടർ പല മാറ്റങ്ങളും പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. ഓരോ ദിവസവും നിശ്ചയിച്ചിട്ടുള്ള അത്രയും ഓപ്പറേഷനുകൾ ചെയ്തു തീരും വരെ എത്ര വൈകിയാണ് തിയേറ്ററിൽ തന്നെ തുടരുന്ന ഡോക്ടർ. സ്വകാര്യ പ്രാക്ടീസ് ചെയ്യാറില്ല. ഞായറാഴ്ചകളിലും അവധി പോലും എടുക്കാതെ അന്നും ആശുപത്രിയിൽ തന്നെ. അത് വിമർശിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിയത്. അങ്ങനെ സ്വന്തം നാട്ടിലെ മെഡിക്കൽ കോളേജിൽ വകുപ്പ് മേധാവിയായി മാറി. സ്വന്തം മകന് കാഴ്ച പരിശോധന സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ തന്നെ ഭാഗമായ കണ്ണാശുപത്രിയിൽ അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് രോഗികൾക്കൊപ്പം ക്യൂ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ചരിത്രവും അദ്ദേഹത്തിനുണ്ട്. ലോഡ്ജുകളിലും വാടക വീടുകളിലും ക്വാർട്ടേഴ്സുകളിലും ഒറ്റയ്ക്ക് പാചകം ചെയ്ത് വളരെ പരിമിതമായ സാഹചര്യങ്ങൾ സഹിച്ചാണ് 1997 മുതൽ ജോലി ചെയ്തത്. പ്രൈമറി സ്കൂൾ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ സർക്കാർ സ്ഥാപനങ്ങളിൽ പൊതുജനങ്ങളുടെ ചിലവിൽ പഠിച്ചതിന് പ്രത്യുപകാരമായി അവരോടുള്ള നന്ദിയുടെ കടപ്പാടിന്റെയും ഒക്കെ തന്നെ ഭാഗമായി സർക്കാരിനോടുള്ള കടപ്പാടും മാത്രമാണ് പ്രചോദനം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ തുറന്നു പറച്ചിലിനെ വ്യത്യസ്തനാക്കുന്നത്. ഒപ്പം പഠിച്ചിരുന്ന എല്ലാവരും സ്വകാര്യ വിദേശ ജോലികൾ സ്വീകരിച്ച വലിയ സമ്പന്നരായപ്പോൾ ഞാൻ ഇന്നും വളരെ സാധാരണക്കാരനായി ജീവിക്കുന്നു. പണം സമ്പാദിച്ചില്ല എന്ന യാതൊരു വിഷമമോ ഇല്ല. ഇന്നും ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളും രാപ്പകൽ ഓടി നടന്ന ജോലി ചെയ്യുന്ന കാര്യം ആശുപത്രിയിൽ വന്നിട്ടുള്ള എല്ലാ രോഗികൾക്കും നന്നായി അറിയാം. പരിമിതികൾ കൊണ്ട് വീർപ്പുമുട്ടുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാറുണ്ട്. രോഗികളോടോ സഹപ്രവർത്തകരോടോ മറ്റോ നിയന്ത്രണം വിട്ടുപോകുമ്പോൾ ചെയ്യുന്നതാണ്. മനഃപൂർവ്വം ചെയ്യുന്നതല്ല. എങ്കിലും അതൊരു തെറ്റാണ്. അത് മാത്രമാണ് എന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരേ ഒരു തെറ്റ്. ഇത് തുറന്നു പറയുന്ന ഡോക്ടറാണ് പ്രദീപ് ചിറയ്ക്കൽ. മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ചിറയ്ക്കൽ വിശദീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അത് ഞാൻ പല പ്രാവശ്യം CTA ഞങ്ങളുടെ സംഘടനയിലും ഒക്കെ ഞാൻ പറഞ്ഞതാണ്. നമ്മളിങ്ങനെ പ്രശ്നങ്ങൾ നമ്മൾ അധികാരികളെ അറിയിക്കണം. ഇവര് ഇപ്പോൾ നമ്മുടെ തൊട്ട് മേലുള്ള അധികാരികൾ ഇവർ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ AGM-CTA നേതാക്കൾ നേരിട്ട് മിനിസ്റ്ററെയോ അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ടവരെയോ പോയി കാര്യങ്ങൾ ധരിപ്പിക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം കമ്മിറ്റികളിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അത് എത്രത്തോളം നടന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ ഫണ്ട് ഉപയോഗിച്ചത് യൂറോളജി ഡിപ്പാർട്ട്മെന്റിനാണ് മെഡിക്കൽ സൂപ്രണ്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഫണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ടോ? ഫണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഈ ഫണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവർ ആവശ്യമുള്ള സാധനങ്ങൾ എത്തണ്ടേ? നമ്മളല്ലാതെ ഈ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്തിനാണ് കള്ളം പറയുന്നത്? അതിനകത്ത്
ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്ന സാധനങ്ങളെന്ന് പറയുന്നത് ഒരു ക്യാമറ, കുറച്ച് സാധനങ്ങൾ 10-30 ലക്ഷം രൂപയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പോരാ. ഒരു 10,000-2,000 ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ദിവസം 200 പേഷ്യൻ്റ് വെച്ച് ഏതാണ്ട് 58,000 പേഷ്യൻസാണ് ഒരു വർഷം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിലൊന്നും ഈ എമൗണ്ടിലൊന്നും ഒന്നും വരില്ല. നമുക്ക് ഓരോ തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള പലതരം അസുഖങ്ങൾക്ക് പലതരം ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്. അതിനെല്ലാം ഉള്ള ഉപകരണങ്ങളാണ്, അതിൻ്റെ ആക്സസറീസും നമുക്ക് റെഗുലറായിട്ട് സപ്ലൈ വേണം. അപ്പോൾ ഇവരെയൊക്കെ എപ്പോഴും നമ്മളൊരു പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും രൂപ വാങ്ങിച്ചു തന്നിട്ടില്ലേ, ഇത്ര ലക്ഷം രൂപയ്ക്കുള്ള സാധനം വാങ്ങിച്ചു തന്നിട്ടില്ലേ എന്നാണ് അവർ കൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെന്താണ് പ്രായോഗിക ബുദ്ധി? ഉപകരണമില്ല എന്ന് പറയുകയും ഈ ശസ്ത്രക്രിയ മുടങ്ങിയതിനു ശേഷമാണ് വിശദീകരണം. 67 ലക്ഷം രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം യൂറോളജിക്ക് നൽകുന്നു. അതിനകത്ത് 30 ലക്ഷം രൂപ വീതം 2 സർക്കാരിൽ നിന്നും ബജറ്റിൽ നിന്നും അല്ലാതെ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. 2898 ശസ്ത്രക്രിയകൾ നടന്നെന്ന് പറയുന്നുണ്ട്. ഈ ഉപകരണം ഉപയോഗിച്ച് ഇത്ര നടന്നെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ നടന്ന കണക്കുകളുണ്ട്. ഇത് എവിടെയാണ് മുടങ്ങിയത് നമുക്ക് മാത്രം വിശദീകരിക്കുന്നത്. അതെങ്ങനെയാണ് അത് അഡ്രസ് ചെയ്തിട്ടുള്ളത്? എങ്ങനെ മുടങ്ങിയെന്നുള്ളത്? ഉപകരണങ്ങൾ മാത്രം പോരല്ലോ, ഉപകരണങ്ങളുടെ ആക്സസറീസ് വേണ്ടേ? ഉപകരണങ്ങളിലെ ഈ പ്രോബുകളെ, അതിൻ്റെതായിട്ടുള്ള അതിൻ്റെ സംവിധാനങ്ങളെ, ഇങ്ങനെ കുറേ സാധനങ്ങൾ അത് വേണം. ഒരു ഉപകരണം മാത്രം ഉള്ളത് കൊണ്ട് മാത്രം നടക്കും. ഈ ലിത്തോക്ലാസ്റ്റ് തന്നെ, ഈ ലിത്തോക്ലാസ്റ്റ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷമെങ്കിലും ആയി കാണും. ഈ ലിത്തോക്ലാസ്റ്റ് പ്രോബാണ് ഇതിനകത്തുള്ള എപ്പോഴും വരുന്ന മുടക്കം. ഈ പ്രോബുകൾ കൃത്യമായിട്ട് സപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ സപ്ലൈ ചെയ്യാതെ വരുമ്പോഴേക്കും ആ സമയത്ത് സർജറി മുടങ്ങും. ഇതുപോലെ നമ്മൾ മറ്റു ഉപകരണങ്ങൾ, സിസ്റ്റോസ്കോപ്പുകൾ, മറ്റൊരുപാട് ഒരു ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ എൻ്റെ കണക്ക് കൂട്ടലിൽ ഏതാണ്ട് ഒരു 12 പരം ഉപകരണങ്ങൾ നമുക്ക് വേണം. ഒരു ശസ്ത്രക്രിയയ്ക്ക് വിവിധ തരത്തിലുള്ള അതിൻ്റെ കേബിളുകൾ, അതിൻ്റെ കണക്ടറുകൾ, അതിൻ്റെ ഒരുപാട് സാധനങ്ങളൊക്കെ വേണം. ഇതിൽ ഏതെങ്കിലും ഒരു സാധനം ഇല്ലെങ്കിൽ തന്നെ പിന്നെ ആ ഉപകരണം ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് അന്ന് ശസ്ത്രക്രിയ നടക്കത്തില്ല. ഇപ്പം തന്നെ കഴിഞ്ഞ ഒരു 30 ഡിഗ്രി ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് 30 ഡിഗ്രി ടെലസ്കോപ്പാണ്. ആ 30 ഡിഗ്രി ടെലസ്കോപ്പ് നമ്മളിപ്പോൾ കേടായി കിടന്നിട്ട് നമ്മളത് എഴുതി കൊടുത്തിട്ട് അതൊന്നും യാതൊരു ഇതുമില്ല. മാത്രമല്ല, അത് കഴിഞ്ഞ പ്രാവശ്യം അത് എഴുതി കൊടുത്തപ്പോഴാണ് വലിയ പ്രശ്നങ്ങളുണ്ടായത്. അത് മനഃപൂർവ്വം ഡോക്ടർമാർ കുത്തിയൊടിച്ചതാണ്, എന്തോ മോട്ടീവാണ് അതിൻ്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞ് സ്വകാര്യ ലോബിയെ രക്ഷിക്കാനാണെന്നൊക്കെ പറഞ്ഞ് പത്രത്തിലൊക്കെ വാർത്ത വന്നു. ഇത് മനുഷ്യാവകാശ കമ്മീഷൻ അത് കേസ് ഏറ്റെടുത്തു. അങ്ങനെ വലിയ ഗുരുതരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നമ്മളൊരു ഉപകരണം ചോദിക്കുമ്പോൾ പോലും നമ്മളിങ്ങനെ അപഹസിക്കുകയും നമ്മളിങ്ങനെ കേസ് കൊടുക്കുകയും മോശക്കാരനാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉപകരണം ചോദിക്കുമ്പോൾ അത് നമുക്കെന്തോ ആ കമ്മീഷൻ വാങ്ങിക്കാനാണ്, അല്ലെങ്കിൽ അത് കുത്തിയൊടിച്ച് കളയണമെന്നൊക്കെ പറയുന്നതിനകത്ത് എന്താണ് അതിനകത്തുള്ള ഒരു കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്നത് നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചാണ്. നിങ്ങളുടെ ഏതോ ഒരു പത്രത്തിലൊക്കെയാണ് അത് വന്നിരുന്നത്. അത് ആരാണ് കൊടുക്കുന്നതെന്നോ ഒന്നും അതിനകത്ത് ആക്ഷേപങ്ങൾ പത്രത്തിൽ ഇങ്ങനെ വന്നു. അത് ആരാണ് ആക്ഷേപം കൊടുത്തത് എന്ന് നമുക്കറിയില്ലല്ലോ. ആരോ ഒരു പത്ര റിപ്പോർട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അത് ആരാണ് ന്യൂസ് ഫീഡ് ചെയ്തതെന്നറിയില്ല. അല്ല, ഇത് തന്നെയാണ് ചോദിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഉപകരണങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ പത്രത്തിൽ നമ്മളെ അപഹസിക്കുകയില്ലേ. പിന്നെ നമ്മളിതും കൊണ്ട് ആരുടെ പോയി ചോദിക്കാൻ പോകുന്നില്ല. പത്രത്തിൽ ലോകം ഒരുപാട് അറിയല്ലേ. ഇതുപോലെ ഉപകരണം വാങ്ങിക്കാൻ വേണ്ടി, പുതിയ ഉപകരണം വാങ്ങിക്കാൻ വേണ്ടി കുത്തിയൊടിച്ച് കളയുന്നു, ഡോക്ടർ സ്വകാര്യ ആശുപത്രി സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പത്ര റിപ്പോർട്ട് വന്നതല്ലേ. ഇതേ ആറ്റിറ്റ്യൂഡ് അവർ പിന്തുടരുന്നത് കൊണ്ടാണ് അവരുടെ മേളിൽ ഞാൻ സോഷ്യൽ മീഡിയ ഞാൻ ആശ്രയിച്ചത്. അവരുടെ മേളിൽ നിന്ന് യാതൊരു നീതിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവരെ നീതി എനിക്ക് തന്നിരുന്നെങ്കിൽ എനിക്കിതിൻ്റെ ഒരു ആവശ്യമില്ല. ഞാനൊരു ആവശ്യം പറയുമ്പോൾ പ്രിൻസിപ്പലോ സൂപ്രണ്ടോ കേട്ടിരുന്നെങ്കിൽ എനിക്കിതിൻ്റെ വേറെ ഇതുപോലെയുള്ള മാർഗങ്ങളിൽ പോകേണ്ട കാര്യമില്ല. സൂപ്രണ്ടും പ്രിൻസിപ്പലും ഒക്കെ അടക്കമുള്ള കാര്യങ്ങളും ആളുകളും ഈ മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികൾ മറച്ചു വെക്കുവാണ്. പ്രിൻസിപ്പലിനെ ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം പ്രിൻസിപ്പൽ ഇപ്പോൾ പുതിയ ആളാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇതിനു മുമ്പ് സൂപ്രണ്ട് കുറച്ച് നാളായിട്ടുള്ള ആളാണ്. അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് അറിയാതിരിക്കുകയൊന്നുമില്ല. അവർക്കറിയാം. എന്നിട്ട് അവരിതുപോലെ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, അവർ ഇത്ര ലക്ഷം രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു തന്നു, ഇത്ര ലക്ഷം രൂപയ്ക്ക് അവർ മുടക്കി എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് അവർ ചോദിക്കണ്ടേ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നതെന്ന് അവർ ഇന്ന് വരെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല. എല്ലാം ഉണ്ട്. ആ രേഖകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് ശക്തമായിട്ട് പറയുന്നത്. ഇത് അയച്ച മിക്ക കോപ്പികളും എൻ്റെ കയ്യിലുണ്ട്. കാരണം ഇത് ഞാൻ തിരക്കുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഈ ഓഫീസിൽ ചെയറിലിരുന്ന് ഒപ്പിട്ട് നടക്കുന്ന ആളല്ല. ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നാൽ മുതൽ വൈകുന്നേരം 4 മണി വരെ 5 മണി വരെ, ചില സമയത്ത് 6 മണിയോ അതിന് രാത്രിയിലും തുടർച്ചയായിട്ട് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്. അവർക്ക് ഒരുപാട് തരം പ്രശ്നങ്ങളുണ്ട്. എൻ്റെ തലയിലെല്ലാം പലപ്പോഴും അത് തന്നെ ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കും, പിന്നെ കൂടാതെ അക്കാഡമിക്സും പിള്ളേരെ പഠിപ്പിക്കണം, കൂടാതെ ഒരുപാട് ജോലികളുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഇതെല്ലാം വൈകുന്നേരം ക്ലാസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിനുള്ള സമയം കിട്ടത്തുള്ളൂ.
അപ്പോഴാണ് ഞാൻ രാത്രിയിലൊക്കെ ഇരുന്നാണ് പലപ്പോഴും ഇവിടെ ഇരുന്ന് ഇതിനകത്ത് ഇത്തരം റിക്വസ്റ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സമയത്തിൻ്റെ കുറവുണ്ട്. ചിലപ്പോൾ നമ്മളിത് അവരെ വിശ്വസിച്ച് നമ്മൾ ആ കോപ്പി കൊടുക്കും. ചിലതിന് കോപ്പികൾ കാണത്തില്ല, ചിലത് നേരിട്ട് അവരെ കാണുമ്പോൾ പറയും. പിന്നെ ഒരുപാട് കമ്മിറ്റികളുണ്ട്, കമ്മിറ്റികളിൽ നമ്മൾ പോവും, അത് മിനിറ്റ് ആക്കും. പക്ഷേ മിനിറ്റിൻ്റെ പലപ്പോഴും കോപ്പി നമുക്ക് കിട്ടാറില്ല. ഇങ്ങനെ പല ഘട്ടങ്ങളിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പലതിൻ്റെയും എൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്, ഭൂരിപക്ഷത്തിൻ്റെയും കോപ്പി എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ കോപ്പികൾ മാത്രം വിശ്വസിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ പുറമെ നമ്മളിത് എല്ലാ സദസ്സുകളിലും ഇവരെ DME ആയാലും പ്രിൻസിപ്പലായാലും ഏത് കമ്മിറ്റി വിളിച്ചാലും ഞാൻ അതിന് അറ്റൻഡ് ചെയ്യുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും കടുത്ത മാനസിക സമ്മർദ്ദമാണ്. കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന രോഗികളുടെ വിഷമവും അവരുടെ ബുദ്ധിമുട്ടുകളും നമ്മളൊരു സൈഡ് കാണുകയും നമ്മളൊരു നിസ്സഹായ അവസ്ഥയിൽ ഇപ്പുറത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ ആരും സഹായിക്കാനില്ലല്ലോ, നമുക്ക് അതിന് വേണ്ടുന്ന സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ആ ഒരു നിസ്സഹായാവസ്ഥ ഞാനത് ഫേസ്ബുക്കിൽ എഴുതിയിരുന്ന അത് ആ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. എൻ്റെ KGM-CTA നമ്മുടെ പേരൻ്റ് ഓർഗനൈസേഷനാണ്. അവർക്ക് അത്ര അങ്ങനെ വലിയ കപ്പാസിറ്റി ഒന്നുള്ള ഓർഗനൈസേഷനൊന്നും അല്ല. എന്നാലും അവർ ഈ പറഞ്ഞതുപോലെ അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അവരുടെ സപ്പോർട്ടൊന്നും അല്ല. എനിക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത് ആരെ തോപ്പിക്കാനോ ആർക്ക് വേണ്ടി വെല്ലുവിളിയോ നമുക്ക് ഒന്നുമല്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടിയാൽ തന്നെ മതി. ഈ പ്രശ്നങ്ങൾ ഇന്നും എല്ലാ കാലത്തും ഇത് പരിഹരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഇതിന് ഒരു നല്ല രീതിയിൽ ഇത് മുമ്പോട്ട് പോകണം. അത്രമാത്രമേ എൻ്റെ ആവശ്യമുള്ളൂ.